കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് സാരി ആയിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് സെറ്റ് മുണ്ട് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സെറ്റ് മുണ്ടാണ്. ഇത് കഴിഞ്ഞ തവണയൊന്നും കൊണ്ടുവരാത്തൊരു ടൈപ്പ് പാറ്റേൺ ആണ്. പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, പക്ഷേ ബോഡി ഇതുപോലെ ഫുൾ ബോഡി ചെക്കാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു കളർ കോമ്പിനേഷൻ ഇത്തവണ ഇതുപോലെ തന്നെ ആദ്യമായിട്ടാണ്. ഇതൊരു ലാവൻഡറും പേർപ്പിൾ കളറാണ്. ഇത് വാടാമല്ലി കളറല്ല, ഇത് പേർപ്പിൾ ഷെയ്ഡാണ്. പേർപ്പിൾ കളറാണ് ഇതിൻ്റെ ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത്. ഇത് ലാവൻഡറാണ്. അപ്പോൾ ഈ ലാവൻഡർ ബ്ലൗസ് ഇട്ടാൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ലാവൻഡർ പീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് എക്സാക്ട്ലി ഈ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് ഈ ഒരു പീസ് വരുന്നത്. അപ്പോൾ ഇതാണ് സെറ്റ് മുണ്ട്. അത് മുണ്ടും ഇതിങ്ങനെ നേരിയതുമായിട്ട് 2 പീസായിട്ട് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇത് മറ്റേതിൻ്റെ ഒരു സാരി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കാണിച്ചത്, അതേ പാറ്റേൺ തന്നെയാണ് ഇതിൽ വരുന്നത്. അത് ഇത്തവണ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നതാണ്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും. കാരണം ഇത് അങ്ങനെ അധികം കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കളറല്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ പീസ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, നല്ലൊരു കോമ്പിനേഷനൊക്കെയാണ്. അപ്പോൾ ഈ കളറിൽ കുപ്പിവെള്ളമൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ, നല്ല കളറാണ്. ഇത് ഞാൻ അങ്ങനെ അധികം എൻ്റെ കയ്യിലും ഇല്ല. എൻ്റെ സെറ്റ് മുണ്ട് കളക്ഷനിൽ പോലും ഈ ഒരു കളർ കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കതിൻ്റെ ഒരു പീസ് ഞാൻ തന്നെ എടുക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. അങ്ങനെ ഇതിൻ്റെ ഇത് കുറച്ചുകൂടി ഇതാണ് ഓപ്പണായിട്ട് കാണണമെങ്കിൽ ഞാനതാണ് ഇങ്ങനെ ഒന്ന് ഇരുന്ന് കാണിച്ചത്. ഇതിൻ്റെ കസവൊക്കെ നല്ല കസവാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ, നല്ല ലുക്ക് ഉണ്ട് ഇത് കാണാനായിട്ട്. ഈ ഒരു പാറ്റേൺ ഇവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ ആലോചിച്ചായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ 3 ഷെയ്ഡാണുള്ളത്, 3 കളർ കോമ്പിനേഷൻ. ഇത് മറൂൺ ആൻഡ് ഗ്രീൻ ആണ്. എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഇതൊരു മെറൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് റെഡ് എന്ന് പറയാം. പ്ലം റെഡും ഒലിവ് ഗ്രീനും ആണ്. സെയിം തന്നെ, പാറ്റേൺ ഒക്കെ സെയിം ആണ്, ഇതിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം ഇത് നല്ല രസമാണ് കാണാൻ. ഇതെല്ലാം 2.80 അതായത് 2.75 അല്ല 2.80 2.75 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 2.5 ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെ ഒതുക്കിയൊക്കെ ഉടുക്കാം എന്നൊരു ട്യൂട്ടോറിയൽ പോലെ ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇതൊന്നും 2.5 വരുന്നില്ല. അപ്പോൾ ആരും ചെറിയ സൈസ് ഉണ്ടോ എന്ന് ചോദിക്കരുത്. ഇത് ഈ ഒരു സൈസേ വരുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ. ഇനി ഇതിൻ്റെ തേർഡ് കോമ്പിനേഷൻ. ഇത് എല്ലാം ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു കോമ്പിനേഷനാണ്, ഈ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ കോമ്പിനേഷൻ, എന്താണെന്നറിയില്ല, ഭയങ്കര ഡിമാൻഡാണ് ഈ ഒരു കളറിന്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു കളർ കോമ്പിനേഷൻ, ഓറഞ്ചും ബ്ലാക്കും. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതെല്ലാം ബോഡി ഇങ്ങനെ മൈക്രോ ചെക്കാണ്. ഇത് പ്ലെയിൻ അല്ല, കൈ കിട്ടുമ്പോൾ വൈറ്റ് ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ വൈറ്റ് ആയിട്ടും പ്ലെയിൻ ആയിട്ട് തോന്നും. ഇതിലൊരു മൈക്രോ ചെക്കാണ്. ഒരല്പം ഒരു എന്താണ് കോടി കളർ എന്ന് പറയില്ലേ, നമ്മൾ ഈ മുണ്ടിൽ ഓഫ് വൈറ്റ് പോലെ ഇരിക്കില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു ടൈപ്പ് ഷെയ്ഡ് തോന്നും. അതെന്താന്ന് വെച്ചാൽ ബോഡി കംപ്ലീറ്റ് ഇതിൻ്റെ കസവ് ഇങ്ങനെ ചെക്സ് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ശരിക്കും വൈറ്റ് കോട്ടൺ സെറ്റ് മുണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് പ്യുവർ വൈറ്റ് പ്ലെയിൻ ബോഡി ആയിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ആയിട്ട് ഞാൻ എടുത്ത് അയച്ചു തരാം. അപ്പോൾ ഇതാണ് തേർഡ് കളർ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ 3 കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഈ ഒരു ഓറഞ്ചും ഒരു ലാവൻഡറും ഒരു മെറൂണും. ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ബോഡി പ്ലെയിൻ ആണ്. ഇത് ബോഡി പ്ലെയിൻ ബോഡിയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്യുവർ കോട്ടൺ ബോഡി, പ്ലെയിൻ ബോഡി, ഒന്നുമില്ല. ഇതിൻ്റെ ബോർഡറിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ, കളർ വരുന്നുള്ളൂ. ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. ഇത് പ്യുവർ റെഡ് ആണ്.
ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഇതിൻ്റെ സെയിം തന്നെ ടിഷ്യൂലും വരുന്നുണ്ട്. ഇത് ടിഷ്യൂ ആണ്, ടിഷ്യൂ സെറ്റ് മുണ്ടാണ്. അപ്പം ഇതും ഈ പറഞ്ഞ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഭയങ്കര തിന്നാണ്, ഒട്ടും കട്ടിയേ ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. അത് ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പം ഞാൻ എന്ത് സാധാരണ അങ്ങനെ ടിഷ്യൂ സെറ്റും കൊണ്ട് സോഫ്റ്റ് വരുന്നത് വളരെ കുറവാണ്. തവണ ഇതിന് ഇതുണ്ട്, കുഞ്ചലുണ്ട്, ഇതിൻ്റെ ഒരു ടാസൽസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടിഷ്യൂ. സെയിം തന്നെയാണ്. ഇത് കോട്ടൺ ആണെങ്കിൽ ഇത് ടിഷ്യൂ ആണ്. കണ്ടോ, ഇതിൻ്റെ കസവിന് പോലും ടിഷ്യൂ ആയിട്ട് പോലും ഇതിൻ്റെ കസവിന് വ്യത്യാസമില്ല. അതൊരു ഭയങ്കര നല്ല കാര്യമാണ്. കാരണം അതങ്ങനെ റെയറായിട്ടേ വരാറുള്ളൂ. അല്ലെങ്കിൽ ഇതിനൊരല്പം യെല്ലോ കളർ കൂടുതലായിരിക്കും. പക്ഷെ ഇത് കോട്ടണിൽ വരുന്ന കസവിൻ്റെ അതേ കസവ് തന്നെയാണ് ടിഷ്യൂവിനും വരുന്നത്. കണ്ടോ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി വീതി ഇതിനുണ്ട്. ഇത് വീതി കുറച്ച് കുറവാണ്. ഇതാണ് ഇതിൻ്റെ ഇത്രയും വീതി വ്യത്യാസമുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ഔട്ടർ ബ്ലാക്കും ഇന്നർ ആയിട്ട് റെഡും ആണ്. ഇത് ഓപ്പോസിറ്റ് ആണ്. റെഡാണ് ഔട്ട് സൈഡ്, ബ്ലാക്ക് ആണ് ഇൻസൈഡ് വരുന്നത്. അതാണ് ഒരു വ്യത്യാസം. പക്ഷെ സെയിം പാറ്റേൺ ആണ്. അടുത്തത് അതേ കോമ്പിനേഷൻ തന്നെയാണ്, പക്ഷെ വേറൊരു പാറ്റേൺ ആണ്. ഇതും ബോഡി പ്ലെയിൻ ആണ്, പക്ഷെ ഇതിന് കുറച്ചും കൂടി ലൈൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കളറ് ഒരു എന്താണ്, കുങ്കുമപ്പൂവിൻ്റെ കളറാണ്. അതായത് ബ്രൈറ്റർ റെഡാണ്. അതായത് സെയിം അല്ല, റെഡ് തീർത്ത് റെഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഓറഞ്ച് ആണോ എന്ന് ചോദിച്ചാലും അല്ല. ഇതിൻ്റെ മിഡിലിൽ നിൽക്കുന്നൊരു ഷെയ്ഡാണ്. ഇത് കാണാൻ നല്ല രസമാണ്, നല്ല പാറ്റേൺ ആണ്. ഇതും അധികം അങ്ങനെ ഏതാണ് കോമൺ അല്ലാത്തൊരു പാറ്റേൺ. അതായത് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, കോമ്പിനേഷനൊക്കെ സെയിം ആണ്, എല്ലായിടത്തും വരുന്നതൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് വൺ, ഇനിയത്തത് ഇതും പ്ലെയിൻ ബോഡിയാണ്. ഇതിൽ കസവ് കുറവാണ്, കരയാണ് കൂടുതൽ. ഇതിൻ്റെ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ഇങ്ങനെ വരുന്നൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇത് പ്ലെയിൻ ആണ്, ബോഡി പ്ലെയിൻ ആണ്. ഈ ഒരു ഇതിന് വീതി കുറവാണ്. ഈ ഒരു എന്താണ്, ഇതിന് ചെറിയ വീതിയാണ്, അധികം വീതി വരുന്നില്ല. ഒരു 2 ഇഞ്ചൊക്കെ വീതി വരുന്നുള്ളൂ. ഇത് പ്ലെയിൻ ബോഡി പ്ലെയിൻ ആണ്. ഇതൊക്കെ ചെറിയ കസവാണ് വരുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് മതി, ഒത്തിരി വേണ്ട, ബോഡിയൊക്കെ പ്ലെയിൻ ആയിട്ട് മതി എന്നുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു പാറ്റേൺ. അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വരും, ബ്ലാക്കും ഗ്രേയും കസവുമായിട്ട് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഗ്രേ ബ്ലൗസും ഇടാം, ബ്ലാക്കും ഇടാം. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ? നമുക്ക് വേണമെങ്കിൽ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇതിന് ഡാർക്ക് മറൂൺ ബ്ലൗസ് ഇട്ടാലും ഇതിന് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയും വേണമെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് ഇത് സാധാരണ കാഞ്ചീപുരം പട്ടുസാരി, പിന്നെ ചെട്ടിനാട് കോട്ടൺ സാരീസിലൊക്കെ വരുന്ന ഒരു കോമ്പിനേഷനാണ്. മെറൂൺ ബോർഡറും ഗ്രേ ബോഡി ആയിട്ടൊക്കെയാണ് ചെട്ടിനാട് കോട്ടൺ സാരീസ് ഒക്കെ വരുന്നത്. ആ ഒരു കോമ്പിനേഷനാണ് ഇത്, മെറൂൺ ആൻഡ് ഗ്രേ. ശരിക്കും നല്ല കോമ്പിനേഷൻ. ഇത് ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും. മെറൂൺ ബ്ലൗസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഇത് ബോഡി പ്ലെയിൻ ആണ്. ഇതിൻ്റെ സൈഡ് ബോർഡർ ഇങ്ങനെ വരും. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ നല്ല കസവില് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഈ കോമ്പിനേഷൻ അങ്ങനെ കിട്ടാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. ഇതൊക്കെ പട്ടുസാരിയിലൊക്കെ ഗ്രേ പട്ടുസാരിയിൽ മെറൂൺ ബോർഡറൊക്കെ വരുന്ന നല്ല അടിപൊളി സാരി ആയിരിക്കും. അപ്പോൾ നല്ല കോമ്പിനേഷനാണ്, സ്റ്റാൻഡേർഡ് കോമ്പിനേഷനാണ്. ഇതാണ് അടുത്ത പീസ്. ഇനിയുള്ള 2 എണ്ണം ഇത് ഞാൻ കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് സെയിം ഞാൻ ഒരുപാട് പീസ് കൊണ്ടുവന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പോഴും ഇതിന് നല്ല ഡിമാൻഡാണ്. അപ്പോൾ ഇത് ഒരു വൈൻ ഷെയ്ഡ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ വൈൻ ഷെയ്ഡ് കൊണ്ടുവന്നില്ലായിരുന്നു തോന്നുന്നു, മെറൂൺ ആയിരുന്നു കഴിഞ്ഞ തവണ. പക്ഷെ വൈൻ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു വൈൻ കളർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് ഒരു ഗ്രേപ്പ് വൈൻ, അതായത് മുന്തിരി കളറാണ്, ഒരു ഗ്രേപ്പ് കളറാണ്. ഈ ഒരു ഇത് വൈൻ ഷെയ്ഡാണ്, ഗ്രേപ്പ് വൈൻ ഷെയ്ഡ്. നല്ല രസമാണ്. ഇതിൻ്റെ ഒലീവ് ഗ്രീൻ ബ്ലൗസോ അല്ലെങ്കിൽ ഈ ഒരു വൈൻ ഷെയ്ഡ്
ബ്ലൗസൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. ഇതാണ് എൻ്റെ ആ ഒരു സെറ്റ്. വൈൻ ഷെയ്ഡ് ഇത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇത് എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത സെറ്റ് മുണ്ടിൽ പെട്ട ഒരെണ്ണമാണ് ഈ ഒരു പിങ്കും പിന്നെ ഇതിൻ്റെ തന്നെ ഒരു വൈൻ ഷെയ്ഡും ഒക്കെ മെറൂൺ ആൻഡ് ബ്ലാക്കും, അതും ഭയങ്കര ഹിറ്റായിരുന്നു. ഇതും അങ്ങനെ ഒരു സെറ്റ് മുണ്ടാണ്. ഇത് എല്ലാ തവണയും കാണുന്ന സെയിം പാറ്റേൺ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ കിടപ്പുണ്ട് ഈ സെയിം സാധനം. ഇത് എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര നല്ല കോമ്പിനേഷൻ. ഇത് ആരാണിത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയില്ല ആദ്യമായിട്ട്. എന്തായാലും ഇതൊരു എപ്പോൾ ഇത് ആരുടെ കയ്യിലുണ്ടെങ്കിലും ഭയങ്കര രസമായിരിക്കും. എന്തായാലും എല്ലായിടത്തും നിന്നാലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു കളറാണ്. പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇത് ഉടുത്ത് ഫുൾ സെറ്റിൽ ഉടുത്തൊക്കെ വന്നാൽ നല്ല ഭംഗിയാണ്. ഇത് ഈ രണ്ട് കോമ്പിനേഷനിൽ നല്ല ബാംഗിൾസും ചോക്കറൊക്കെ, പാലക്കാടൊക്കെ ചോക്കർ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഈ ഒരു സെറ്റ് മുണ്ട്. അപ്പം ഇത്രയാണ് സെറ്റ് മുണ്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇനിയും വരും, പക്ഷെ ഇത്തിരി കൂടെ ഒരു ടൈം എടുക്കും, കാരണം അത് കുറച്ച് സാധനങ്ങളും കൂടി വരാനുണ്ട്. ഇപ്പം ഞാൻ ഓർഡർ ചെയ്തതിൽ നിന്ന് വരാനുണ്ട്, അതും കൂടെ എത്തിയിട്ട് ബാക്കി നമുക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. എന്തായാലും ഇത്തവണ ഇത്രയാണ് സെറ്റ് മുണ്ട് വന്നേക്കുന്നത്. ഇനി വേറെ പാറ്റേൺസ് ഒക്കെ ഞാൻ നോക്കുകയാണ്, കാരണം ഞാൻ ഇതുപോലത്തെ ഒക്കെ പാറ്റേൺ ഇതുപോലെ വേറെ ഡിഫറെൻ്റ് ആയിട്ട് പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്യാണ്. അപ്പം കോമൺ അല്ലാത്ത കൊണ്ടുവന്നാലല്ലേ എല്ലാവർക്കും ഇഷ്ടമാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പീസസ് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് വാട്സാപ്പിൽ അയച്ച് ഞാനത് ഇൻഡിവിജ്വൽ ഫോട്ടോ ആയിട്ട് അയച്ചു തരാം. എന്തായാലും പുതിയത് വരുന്നതേ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്തതൊക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്തവണത്തെ ഒരു സെറ്റ് മുണ്ട് കളക്ഷൻ ആദ്യത്തെ വീഡിയോ. ഞാൻ ഇനിയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക, കാരണം ഇത് ഒരുപാട് പീസൊന്നും ഉണ്ടാവില്ല. 2-3 കാര്യമുണ്ട്. ഒന്ന്, ഇത് ഞാൻ ഒരുപാട് പീസ് എടുത്ത് വെച്ച് എല്ലാവർക്കും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കോമൺ ആയിപ്പോകും. പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരാളെ പോലെ കുറേ പേരും കൂടെ കാണും. അപ്പോൾ ഒരു പീസ് കഴിവതും കുറച്ച് പീസുകൾ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഒരുപാട് പേരുടെ കോമൺ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പീസുകൾ എടുക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, എന്നാലും ഞാൻ ശ്രമിക്കാം എല്ലാവർക്കും അത്ര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എത്തിച്ചു തരാൻ ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം. അപ്പോൾ എന്തായാലും ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ ബൈ.